ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. ഞാനും ചക്കയും കൂടെ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. ചക്കയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വെള്ളിമാലയും ലോക്കറ്റും പുതിയ വാങ്ങിക്കൊടുത്തില്ലായിരുന്നോ? അത് ചക്കി അതിൻ്റെ ലോക്കറ്റ് എവിടെയോ കൊണ്ടേ കളഞ്ഞ്. അതൊരു നെയിം ലോക്കറ്റായിരുന്നു. ഇപ്പം ചക്കയ്ക്ക് അത് തന്നെ വേണമെന്ന്. അപ്പം ചക്ക എന്നെയും കൂട്ടി ആദ്യം മണ്ഡപം ജ്വല്ലറി പോയി. അവിടെ പോയി നോക്കിയപ്പം സെയിം സാധനം കിട്ടിയില്ലേ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഫെറായി പോകാമെന്ന്. ഫെറായി പോയപ്പം വേറെ 3-4 മോഡൽ കാണിച്ചു. അപ്പം ചക്കിയുടെ കയ്യിലിരുന്ന മോഡലല്ലാത്തതുകൊണ്ട് ചക്കിക്കത് വേണ്ടാന്ന് പറഞ്ഞു. ചക്കിക്ക് പെട്ടല്ല സകലമാന കടയോറെ എന്നും ഈ നടന്നേ. അപ്പം ഞാൻ ചക്കയോട് പറഞ്ഞ് എനിക്കൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട്, അത് ഡെൽനാസി കൊടുത്തിട്ട് നമുക്ക് അമീൻ ജ്വല്ലറി പോയി നോക്കാം, അവിടെ നിന്ന് ഞാൻ വാങ്ങിയത് അവിടെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുവാണ്. ഞാൻ ഇവിടെ ഡെൽനാസിലാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് ഞാൻ അമീൻ ജ്വല്ലറി പോയേ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സെയിം സാധനം തന്നെ ചക്കയ്ക്ക് കിട്ടിയേ. അപ്പോൾ അതിങ്ങനെ ലോക്കറ്റിൻ്റെ കുഴ ഇങ്ങനെ വിളക്കി വെക്കുന്നതല്ലായേ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് നടന്നു പോയത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ആ കുഴയൊന്ന് ആ തട്ടാനോട് കൊടുത്ത് വിളക്കി വെക്കുവാണെങ്കിൽ ചക്കി ഇങ്ങനെ പിടിച്ച് കളിക്കുമ്പോൾ ഒന്നും പോകുകയല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ തട്ടാൻ്റെ അടുത്ത് പോയേ. അപ്പോൾ തട്ടാൻ്റെ അടുത്ത് പോയത് ചക്കിയുടെ മലയുടെ കൊളുത്തിലോട്ട് ആ കുഴയും ലോക്കറ്റും കൂടെ ഞങ്ങളിങ്ങനെ വെൽഡ് ചെയ്ത് വെക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് അത് മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയ. അപ്പം വീട്ടിലോട്ട് പോകുന്ന വഴി ചക്കി എന്നോട് പറഞ്ഞ് ചക്കിക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, മുണ്ടമറ്റം ബേക്കറി കയറിയില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ചക്കിയോട് പറഞ്ഞ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം, വെയിലൊക്കെ ഒന്ന് താന്നിട്ട്. എന്നിട്ട് ഞങ്ങൾ ഇനിയും പോകുന്നുണ്ട്. ഇനി പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ചക്കയുടെ മുടി വെട്ടാനും പിന്നെ ഞങ്ങളുടെ ചക്കയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനില്ലേ. അപ്പം ഞങ്ങളിനി വീട്ടിൽ പോയിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങുവേ.